ആത്മഹത്യയിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഒരു പ്രവണതയാണ്. അവിടെ വെച്ചാണ് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നത്. അവിടെ വെച്ച് മോഷണം പോയി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഏകദേശം 10 ദിവസം കൂടിയാട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസം 2 ദിവസം വീഡിയോ ഇട്ടായിരുന്നു. അത് ഉഷേപ്പിച്ചേക്ക് വന്നപ്പം ഷൂട്ട് ചെയ്ത് വെച്ചാണ്. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 10-12 ദിവസം അല്ലേ. 10 ദിവസം കൂടിയാണ് ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് വരുന്നത് കേട്ടോ. മേക്കപ്പ് ഇട്ട് തന്നെ മുടിയൊക്കെ ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്നത്. അപ്പം കുറച്ച് ദിവസങ്ങൾ ആയിട്ട് ഭയങ്കര ദുഃഖവും ദുരിതവും സങ്കടം ഒക്കെ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തില്. ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരു നിമിഷമൊക്കെ രോഗത്താലും നഷ്ടങ്ങളാലും ഒക്കെ സങ്കടകരമായ ദിവസങ്ങളിലൂടെയായിരുന്നു. അതെ, കുറെ നഷ്ടങ്ങൾ നമുക്കുണ്ടായി, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത മേലാഴിക. അതെ, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് അവിടെ ഏകദേശം ഒരു 5 ദിവസം അടുത്ത് കിടക്കേണ്ട വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പം അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയണമായിരിക്കും. അപ്പൊ എല്ലാവരും കൂടി ഇപ്പൊ വീഡിയോ കണ്ടിട്ട് പോയോ. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരുന്നു. വേറെ ആരെയും കൊണ്ടല്ല, എന്നെയും കൊണ്ടോ കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയെന്ന് അറിയാൻ വേണ്ടി. അപ്പം എനിക്ക് കൊച്ചിലെ തൊട്ടേ പനി വരുമ്പോൾ സാധാരണ നോർമൽ പനിയല്ല വരുന്നത്, വൈറൽ പനി വരുന്നത്. വൈറൽ പനി വന്നു കഴിഞ്ഞാൽ വിട്ടുള്ള പനിയാണ്. അപ്പം കൗണ്ട് കുറയും, ഭയങ്കര ബോഡി പെയിന്, ക്ഷീണമൊക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരിക്കൊക്കെ പോയതിന് ശേഷം വീട്ടിൽ വന്നൊരു 3-4 ദിവസം കഴിയുമ്പോൾ പനി തുടങ്ങി. അപ്പം ഞാനും അമ്മയും കൂടെ ഉപ്പറ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചായിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അന്ന് ബ്ലഡിന്റെ കൗണ്ട് ഒന്ന് നോക്ക്, ഭയങ്കര ക്ഷീണമുണ്ടോ മോനെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് കൗണ്ട് നോക്കിയപ്പോൾ കൗണ്ട് ഭയങ്കര കുറവാണ്. ടോട്ടൽ കൗണ്ട് ഏകദേശം 2000 സംതിങ് ഉള്ളൂ. അപ്പം അവർ പറഞ്ഞ് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, കട്ടപ്പനയിലെ മെഡിക്കൽ കോളേജിലെല്ലാം കാണിക്കണമെന്ന്. അപ്പൊ നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട. കാരണം നമ്മുടെ ഇവിടെ ഇടുക്കിയില് കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത്ര നല്ല ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇല്ല. ഇടുക്കി മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ നല്ല ദൂരമാണ്. ആ സമയമാണെങ്കിൽ നമുക്ക് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോകാം കേട്ടോ. അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നേരത്തെ അവിടെ പോകാറ്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോ ആയിട്ട്, ഞാൻ തന്നെ ഓട്ടോ ഓടിച്ചതൊക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓടിച്ച് ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. ചെന്നപ്പോ തന്നെ അവർ ബ്ലഡിന്റെ റിസൾട്ട് എല്ലാം കണ്ടപ്പോ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഏകദേശം തുണിയും കാര്യങ്ങളെല്ലാം എടുത്തോണ്ടാണ് പോയത് അവിടെ അഡ്മിറ്റ് ആക്കിയാലും നിൽക്കാനുള്ളത്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കെട്ടിന്റെ പണി കിട്ടി. ആശുപത്രി ഫുള്ള് തിരക്കായിരുന്നു. ഏകദേശം ഒബ്സർവേഷനെ ഒക്കെ ഇരുത്തി 3 ട്രിപ്പൊക്കെ ഇട്ട് എല്ലാം നോക്കി ആയപ്പോൾ തന്നെ സന്ധ്യയായി, ഒരു 8 മണി 8:30 എന്നിട്ട് പിന്നെ വാർഡിലോട്ട് മാറ്റി. വാർഡിൽ ചെന്നപ്പോഴാണെങ്കിൽ കുറെ രോഗികള്, അതായത് എല്ലാ ബെഡ് ഫുള്ളാ. ബെഡ് ഫുള്ള്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെയൊക്കെ അത്യാവശ്യം എണീറ്റ് നടക്കാനും ബുദ്ധിമുട്ട് കുറവുള്ളവരെയൊക്കെ താഴെ ബെഡ് ഇട്ടിട്ട് തറയിലാണ് കിടക്കണൊക്കെ. അപ്പം ഞാനും അമ്മ ചെന്നു. അപ്പൊ നമുക്ക് കട്ടിലൊന്നും കിട്ടിയില്ല. ഒരു ബെഡ് തന്നു. സത്യം അമ്മ ഞാൻ പോയി 2 ബെഡ് എടുത്തു. അമ്മയ്ക്ക് ഒരു ബെഡ്, എനിക്കൊരു ബെഡ്. പപ്പ അന്ന് വണ്ടിയിൽ കിടന്നുറങ്ങി. അമ്മ ഞാൻ കിടന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ ബെഡ് വന്ന് എടുത്തോണ്ട് പോയി. അല്ലേ, ബെഡ് വന്ന് തരണമെന്ന് പറഞ്ഞു. രോഗിക്ക് മാത്രമേ ബെഡ് പറ്റുള്ളൂ, ബൈസ്റ്റാൻഡറിന് ബെഡ് പറ്റിയില്ല. അത് രോഗികളിങ്ങനെ വന്നോണ്ടിരുന്നോണ്ടാണ് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. അതുകൊണ്ടാ ബെഡ് തിരിച്ചു ചോദിച്ചത്. കൊതുകിന്റെ ശല്യം, മൂട്ടശല്യം അങ്ങനൊന്നുമില്ല. പിന്നെ സാധാരണ പപ്പാനെ കൊണ്ടൊക്കെ കാർഡിയോളജിയിലൊക്കെ ഭയങ്കര കൊതുകിന്റെ ശല്യമാണ്. ഇപ്പൊ അങ്ങനെ കൊതുകിന്റെ ഇതൊന്നുമില്ല. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ്. പപ്പയും അമ്മയും രാവിലെ എന്തോ ബ്ലഡിന്റെ റിസൾട്ട് മേടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേട്ടനെ കൊണ്ട് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കട്ടിലും ബെഡൊക്കെ ഇതായിട്ടോ തറയിലാണ് കിടന്നത് 3 ദിവസം. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്ക് മാത്രം ചെറിയൊരു പുറത്തിന് പെയിനൊക്കെ ഉണ്ടായിരുന്നു തറയിൽ കിടന്നിട്ട്. എനിക്ക് ബെഡുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്നായിരുന്നു, വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്നായിരുന്നു. ഉച്ചക്ക് കുറെ സംഘടനകളുടെ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറൊക്കെ ഉണ്ട് വിതരണം. ഓരോ സംഘടനകൾ ഇങ്ങനെ കൊണ്ട് ഓരോ ദിവസം ഓരോരുത്തര വണ്ടി നിറച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കും. അപ്പം അത് മേടിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം 6-ാം വാർഡല്ലേ, 6-ാം വാർഡിലായിരുന്നു. അത് കഴിഞ്ഞ് 24-ാം വാർഡിലോട്ട് മാറ്റി. അവിടെ വെച്ചാണ് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ
ജീവിതത്തിൽ നടന്നത്. നമ്മുടെ ഒരു പേഴ്സ്, അതായത് നമ്മുടെ ഹാൻഡ് ബാഗ് അവിടെ വെച്ച് മോഷണം പോയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വാർഡിലോട്ട് മാറ്റി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അതിന്റെ പുറത്ത് കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം വൈകിട്ട് തന്നെ എനിക്ക് കഴിക്കാനുള്ള, എനിക്ക് വലിയ തൊണ്ടയ്ക്ക് ടോൺസിൽ കൂടിയിട്ട് ഫുഡൊന്നും കഴിക്കാൻ മേലായിരുന്നു. ട്രിപ്പ് തന്നെയാണ്. അപ്പം പൊടിയരിക്കഞ്ഞി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവർ രണ്ടുപേരും കൂടെ കഞ്ഞി കഴിക്കാൻ വേണ്ടി പോയതാണ്. മാളക്കുട്ടിയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് അമ്മയുടെ ഫോണ്, റേഷൻ കാർഡ്, എൻ്റെ അമ്മയുടെ പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക്, ATM, പിന്നെ ആരോഗ്യ ഇൻഷുറൻസ്, പിന്നെ വേറെ നമ്മളുടെ 3000 രൂപ. അപ്പൊ ഇത്ര സാധനം ഉണ്ടായിരുന്നു ആ ഒരു ബാഗിനകത്ത്. അപ്പം അമ്മ കഞ്ഞി മേടിക്കാൻ വേണ്ടി പാത്രം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ പപ്പാടെ കയ്യില് 2 ബാഗും ആയിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം കഞ്ഞി കുടിക്കണമെങ്കിൽ ചൂടുവെള്ളം വേണമല്ലോ. അപ്പം കുട്ടമ്മോന് വെള്ളം മേടിക്കാൻ വേണ്ടി ഒരു കുപ്പിയും കൊണ്ട് എടുത്തോളാൻ പറയാൻ വേണ്ടി ജസ്റ്റ്, അതായത് ഒരു 2 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ ഇരിക്കുന്നതും പപ്പ ഇരിക്കുന്നതായിട്ട്. അപ്പൊ പപ്പ ഇങ്ങനെ തല വെച്ച് ജനലിൽ കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയതിന് ബാഗ് എടുത്തോണ്ട് അടിച്ചോണ്ട് പോയി. അതായത് കുറെ നേരമായിട്ട് ഇവരെ വാച്ച് ചെയ്തിരുന്ന ആരോ ആണ് ഇവരെ ഫോളോ ചെയ്ത് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ നടന്ന കാര്യമാണ്. 1-2 സെക്കൻഡ് കൊണ്ടാണ് കൊണ്ടുപോയത്. ദൂരോട്ടൊന്നും കൊണ്ടുപോയില്ല. അവിടെ മരച്ചോടുണ്ട്, നമുക്ക് വട്ടവിരിക്കാനുള്ള മരച്ചോട്. അതിന് ചുറ്റും കയ്യേലൊരു കെട്ട്, കാലേലൊരു കെട്ട്. രോഗികൾ യഥാർത്ഥത്തിൽ രോഗികളല്ല, എന്നാൽ രോഗികളാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അവര് ഒരു കുറെ ആൾക്കാർ, അത് ഗ്രൂപ്പാണ്. അപ്പം സർപ്രൈസ് ഞാൻ ഇരിക്കുന്ന മോളമേ ഒരു ബാഗ് ആദ്യം തുണിസഞ്ചി, വലിയ തുണി ബാഗ് എൻ്റെ അടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ബാഗ് ഇവിടെ തോടെ കിടക്കും. അപ്പം ഇവിടെ ഭക്ഷണം എടുക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ബാഗിലേക്ക് ഊരി വെച്ചു. എൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്നത്. ഞാനെന്നാൽ ഇത് അത്ര ശ്രദ്ധിച്ചുമില്ല. കാരണം തലേ രാത്രിയിൽ ശ്രീകുട്ടനെ കൊണ്ട് പോയി 6-ാം വാർഡിലേക്ക് മാറ്റുന്ന ആ സമയത്തൊക്കെ ഏതാണ്ട് 12 മണി 1 മണിയോളമായി 6-ാം വാർഡിലേക്ക് മാറ്റുന്ന ആ സമയത്ത്. അതിനുശേഷം രാത്രിയിൽ പിന്നെ ആ സമയത്ത് ഞാൻ തന്നെ ഒറ്റയ്ക്ക്, കാരണം ഇവരും 2 പേരും ഹോസ്പിറ്റലിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ തന്നെ പോയി റൂം എടുക്കുന്നത് ശരിയല്ല. പിന്നെ നമ്മുടെ വണ്ടി എവിടെ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജിൻ്റെ OPയുടെ അടുത്ത് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഓട്ടോയെ തന്നെ ഇരുന്നു. കൊതുക് മെഡിക്കൽ കോളേജിനകത്ത് കുറവാണെന്നാണ് ഇവരുടെ, കാരണം ഞാൻ കിടന്നില്ല, ഇവർക്കേ അറിയത്തുള്ളൂ. പുറത്ത് ഭയങ്കര കൊതുകായിരുന്നു, അതിഭയങ്കര കൊതുക്. അതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയായില്ല. അങ്ങനെ ഉറക്കളച്ച് ഒക്കെ ഇരുന്നിട്ട് ഇവിടെ ഈ വായു വെച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് ചൂടുവെള്ളം അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് നല്ല വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ വെള്ളം മേടിക്കാൻ പോകണമല്ലോ. ഒത്തിരി നടന്നു കാരണം എനിക്ക് ഞാനും അങ്ങ് ക്ഷീണിതനായ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പല ടെസ്റ്റുകൾ ചെയ്യാൻ പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവസരമായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെളിയിലും ഒക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രാത്രി മൊത്തം കൊതുകടിയായിരുന്നുകൊണ്ട് ആ ഒരു ഉറക്ക ക്ഷീണം. പിറ്റേ ദിവസം 4:30 ആയപ്പോഴാണ് തലേദിവസം രാത്രി അഡ്മിറ്റ് ആക്കി. എങ്കിലും പിറ്റേ ദിവസം 4:30 കഴിഞ്ഞു ഒരു സ്വസ്ഥത വായിരുന്നു. കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് രക്തം ചെക്ക് ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഓക്കെ ആയി. അപ്പം ഞാൻ പോയി റൂം എടുത്തായിരുന്നു. അതിന് മുമ്പേ പോയി റൂം എടുത്തായിരുന്നു. എൻ്റെ ആധാർ കാർഡ് കാണിച്ച്, ഇപ്പോൾ ലോഡ്ജിലൊക്കെ റൂം എടുക്കണമെങ്കിൽ ആധാർ കാർഡ് കാണിച്ച് ഞാൻ പോയി റൂം എടുത്തു. ആധാർ കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു, എന്നാൽ മോളമോടെ വന്ന് കുളിക്കാം, റൂമിൽ വന്ന് കുളിക്കാം, നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിന്നപ്പോഴാണ് ഈ സഞ്ചി ബാഗ് കൊണ്ട് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഹാൻഡ് ബാഗും കൂടെ ഊരി വെച്ചിട്ട് ഇവിടെ അങ്ങ് മാറിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആ വെള്ളത്തിനൊരു കുപ്പി കൂടി എടുത്തു. വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ ഇങ്ങനെ 2 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. അപ്പം നീ ഇന്ന ജനലിൽ തൊട്ടടുത്തല്ലേ, കുപ്പി എടുത്ത് കൊടുക്കടാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോൾ ബാഗില്ല. അത്രയും സാധനം, റേഷൻ കാർഡ്, നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും, അതായത് 23,000 രൂപയുടെ ഒരു ഫോണ്, 3000 രൂപ, 2 ആധാർ കാർഡ്, 2 ATM കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, ഇത് എന്ന് വേണ്ട എല്ലാ 3000 രൂപ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അന്നേരം തന്നെ നമ്മൾ പെട്ടെന്ന് ഓടി ചെന്ന തൊട്ടപ്പുറത്ത് സെക്യൂരിറ്റിയോട് പറഞ്ഞു. 24-ാം വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊടിപാറ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പൊടിപാറ ബിൽഡിങ്ങിലാണ് നമ്മുടെ രക്തമൊക്കെ കൂടുതലും ചെക്കപ്പ് ചെയ്യുന്നത്. ആ ഭാഗത്ത് സെക്യൂരിറ്റികളില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന കുറേ ഒരു 200 മീറ്റർ മാറിയാണ് സെക്യൂരിറ്റി മറ്റ് വാച്ചർമാരും ഒക്കെ നിൽക്കുന്നത്. അപ്പം അവിടെ ആരുമില്ല, ഒറ്റ CCTV ഇല്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഗ്യാങ്ങായിട്ട് സ്ഥിരം വരുന്ന അവരുടെ ജീവിത മാർഗം അതാണ്. അതായത് പിടിച്ചുപറി
ബാഗ് മോഷണം, ഇങ്ങനെ ഉള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ഔട്ട് പോസ്റ്റ് പറയാൻ പറഞ്ഞു. ഔട്ട് പോസ്റ്റ് ചെന്നപ്പം അവിടുത്തെ പോലീസുകാർ പറഞ്ഞു ഡെയിലി ഒരു 10-15-20 കേസ് ഇവിടെ ഇങ്ങനെ മൊബൈൽ ഫോൺ മറ്റു സാധനങ്ങളൊക്കെ പോകാറുണ്ട്, കേസ് ആകാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ പോയതല്ലേ, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു. നമ്മളതിന് തൊട്ട് മെഡിക്കൽ കോളേജിൽ തൊട്ടിപ്പുറത്ത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പോലീസുകാരനും പറഞ്ഞു ഡെയിലി 10-20 കേസോടെ ഇതുപോലെ നടക്കുന്നുണ്ട്. അത് ഭക്ഷണം രാവിലെ വരുന്നു, കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് മേടിക്കുന്നു, വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സഞ്ചി മേടിച്ചു നോക്കുന്നു, അവര് കഴിക്കുന്നു. വിവിധ സംഘടനകളുടെ ഫുഡ് വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അതെ, അത് മേടിച്ച് കഴിച്ചിട്ട് അവിടെ തന്നെ മോഷണം നടത്തി അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ അവരെ കെട്ടും, കയ്യല് കെട്ടും, കാലയില് കെട്ടും ഒക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ രോഗികളാന്ന് തോന്നും. അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന പോലെ 2-3 പേരെടുത്ത് കാണും. അങ്ങനെയൊക്കെ ഇത് പെട്ടെന്ന് കൈമറിഞ്ഞ് ഈ സാധനം പോകും. പെണ്ണുങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് തപ്പാനോ പിടിക്കാനോ ഒന്നും ഒക്കെ. ഞാൻ ഓടിച്ചെന്നു, ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ വായി കാണാം. ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ വായില്ല. ഉടനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ 3-4 പേര് ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവർ ക്യൂ നിൽക്കുന്നു ഭക്ഷണം മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞില്ല. അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് ഞങ്ങളതിനെ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അതിൻ്റെ സഞ്ചിക്കാത്ത സാധനം കാണും, നമുക്ക് നോക്കാൻ തോന്നും. പക്ഷെ നമുക്കങ്ങനെ നോക്കാനുള്ള പെർമിഷൻ ഇല്ല. എന്തായാലും ഞാനും മോളമയും കൂടെ അവരുടെ സഞ്ചിയൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞാൽ എടുത്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ചൂടായിട്ട് നമ്മൾ അടുത്തിരുന്ന ഒരാളിൻ്റെ സഞ്ചിയോടെ നോക്കി. അത് ആ 2 സഞ്ചിക്കാരും നോക്കി. എന്നാലും കൈമറിഞ്ഞു പോയി. അപ്പം നമ്മൾക്ക് പോകാനുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആ അനുഭവം കൊണ്ട് പറയാനുള്ളൊരു കാര്യം, നമ്മളെ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പല ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ പല ദൂരദേശങ്ങളിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക് ആശ്രയിച്ചു പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയം രാത്രിയോ പാതിരാത്രിയോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ തലേദിവസം ഈ രോഗിയെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു ആഴ്ചകളോളം കിടന്ന് മടുത്തിട്ടായിരിക്കും ഈ രോഗിയെ കൊണ്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ശാരീരിക ക്ഷീണം നമുക്കുണ്ട്. പുതിയതായിട്ട് ചെല്ലുന്ന നമ്മളെ അവർ പെട്ടെന്ന് നോട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ബാഗ്, സഞ്ചി, എന്ത് സാധനം നമ്മൾ വെച്ചാലും ആ സെക്കൻഡിൽ അഴിച്ചെടുക്കാൻ അവിടെ 1-2 പേരല്ല ഗ്യാങ് ആയിട്ടുണ്ട്. അത് പോലീസുകാർ തന്നെ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പുറകെ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. നമ്മുടെ ബാഗ് പോയി 2 ദിവസം കഴിഞ്ഞപ്പം വാർഡില് കുത്തി വെച്ചിരുന്ന ഫോൺ. അതായത് നമ്മള് ഒരു ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിന്നുണ്ടെങ്കിൽ കുത്തി 2 മിനിറ്റ് വെക്കും, അല്ലെങ്കിൽ നമ്മൾ കുത്തി കൈ പിടിച്ചോണ്ടിരിക്കും. അങ്ങനെ കുത്തി വെച്ച ഫോണ് മോഷണം പോയി. പിന്നെ ഒരു ചേട്ടൻ അവിടെ ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങിയതാണ്. ആ ഫോൺ വലിച്ചു ഉരുക്കൊണ്ട് ഓടി. പിന്നെ അത് ഒരു 2 മാസം മുമ്പ് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്ന 60,000 രൂപ പാവപ്പെട്ട രോഗികൾ. അതായത് ഒരു കാർഡിയോളജി പേഷ്യന്റ് ആയ ഒരു അമ്മച്ചിയുടെ നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് 60,000 രൂപ അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് വന്ന് പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യേണ്ട പൈസയാണ്. അന്ന് അവിടെ വന്നിട്ട് അവിടെ ആ വാർഡിൽ വെച്ച് ഈ പണം നഷ്ടപ്പെട്ടു. ഇത് ആത്മഹത്യയിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഒരു പ്രവണതയാണ്. കാരണം ഇത് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അത് ശരിക്കും അറിയത്തില്ലായില്ല. റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില അവർക്കറിയാം. പിന്നെ ഒരു സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ ഈ നുള്ളി പിടിച്ചു കൊണ്ടുവരുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റി അവര് വൈകിട്ടാകുമ്പോഴത്തേക്ക് അവർക്ക് 2-3 നേരം ഭക്ഷണം കിട്ടുന്നു. വൈകിട്ട് അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസ കൂട്ടായിട്ട് കുടുംബക്കാരെന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് കുറേ ആൾക്കാർ. അവരെ പരസ്പരം ഷെയർ ചെയ്ത് അത് എടുക്കുമെന്നൊക്കെയാണ് നമ്മുടെ അറിവിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ അന്വേഷിച്ചു. നമ്മുടെ ബാഗ് പോയതിനു ശേഷം അത് ഓരോരുത്തരും പോലീസുകാരായാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും പറയുന്ന പല രീതിക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറയുന്ന പൈസയും ഫോണും എടുത്തിട്ട് നമ്മുടെ ബാക്കി ഐഡി പ്രൂഫും കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം പോകുന്ന വഴിക്ക് വലിച്ചെറിയും. പിന്നെ അമ്മയുടെയും പപ്പയുടെയും ഫോൺ ബാഗ് പോയ അന്നേരം തന്നെ അമ്മ എന്നോട് പറഞ്ഞു മോന് ബാഗ് മിസ്സിംഗ് ആയി നമുക്ക് അറിഞ്ഞോണ്ട് ഓടുകയായിരുന്നു. അപ്പം പപ്പായും അമ്മയും കൂടെ സെർച്ച് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഫോൺ റിങ് ആകുന്നുണ്ട്, ഞാൻ ബെല്ലടിപ്പിക്കുന്നുണ്ട്. ബെല്ലടിപ്പി ഏകദേശം ഒരു 20 മിനിറ്റ് സമയം ഈ അമ്മയുടെ ഫോൺ റിങ് ആകുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ട് ഇന്നേ നിമിഷം വരെ ഫോൺ ഓൺ ആയിട്ടില്ല. നമ്മളതിന്റെ IMEI നമ്പറോ ആ നമ്പർ എല്ലാം സ്റ്റേഷനിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ആൾക്കാർ പറയണ ആ ഫോൺ കടക്കാരുമായിട്ട് ഡീലിങ്സ് ഉണ്ട് ഈ കള്ളന്മാർക്ക്. അത് പാർട്സ് ആയിട്ട് പൊളിച്ചു പോകും, അത് ഇനി ഓൺ ആകുമൊന്നുമില്ല അങ്ങനെ അറിഞ്ഞു. പിന്നെ ഈ പോയ ഫോണാണെങ്കിലും നമ്മള് അമ്മയ്ക്ക് ടച്ചിന്റെ ഫോൺ ഇല്ലായിരുന്നു ഇതുവരെ. അമ്മ ടച്ചിന്റെ ഫോൺ ഒന്നും യൂസ് ചെയ്ത ആളാണ്. അമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സർപ്രൈസ് ആയിട്ട് ഞാനും ഇപ്പം കൂടെ പോയി മൈജിന്ന് മേടിച്ച് പൈസ തന്നിട്ട് മൈജിന്ന് മേടിച്ചോണ്ട് കൊടുത്താണ്. ആ ഫോണും പോയി. 24,000 രൂപ അടുത്ത് റെഡ്മി നോട്ട് 11 പ്രോയുടെ ഒരു ഫോണായിരുന്നു. അതും പോയി. 3,000 രൂപ പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ID പ്രൂഫ് എല്ലാം പോയെന്ന് നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്. ഇനി റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ
സപ്ലൈ ഓഫീസ് വഴി എല്ലാം നടന്ന് ഇത് പോയാനുള്ള കാരണങ്ങളെല്ലാം ഇതാക്കി. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ പാസ്ബുക്ക് ഉണ്ടായിരുന്ന ATM ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ബാങ്കിൽ പറഞ്ഞ് അക്കൗണ്ട് ഫ്രീസ് ആക്കി. പിന്നെ അതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇന്നാണെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ അമ്മയോട് ബാങ്കിൽ പോയിട്ടാണ് വന്നത്. അപ്പൊ ഇനി ഇതെല്ലാം പോയ സാധനങ്ങളെല്ലാം ഒന്നേ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അമ്മയുടെ ഫോൺ പോയി 3000 രൂപ പോയി. എന്നിട്ട് നമ്മുടെ വേറെ ഹോസ്പിറ്റലിൽ ചെലവിന് നമ്മുടെ വേറെ പൈസ ഇല്ല. ചേച്ചി ഡ്യൂട്ടിക്ക് പോയി, ചേച്ചിക്കാണെങ്കിലും പൈസ ഇട്ട് തന്നാലും നമുക്ക് അക്കൗണ്ട് കിട്ടാലും ഗൂഗിൾ പേ കിട്ടാലും ഇത് യൂസ് ചെയ്യാനും പറ്റില്ല. ATM കാർഡ് ഇല്ല, നമ്മുടെ അക്കൗണ്ട് ഫ്രീസ്. പിന്നെ ചേച്ചി എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് അവള് കളത്തിപ്പടിയാണ് ജോലി ചെയ്യുന്നത്. അവിടെ വന്നിട്ട് ബാങ്കിൽ നിന്ന് വന്ന് പൈസ എടുത്തു തന്നു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് കോട്ടയത്ത് നിന്ന് ഇടുക്കിക്ക് വരുമ്പോ നമ്മുടെ ഈ ചായ കുടിക്കാൻ പോലും പൈസ തിരിച്ചു വന്ന വഴിക്ക് മുണ്ടക്കയത്ത് വെച്ച് നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയി. വണ്ടിയുടെ ക്ലച്ച് വളഞ്ഞങ്ങാനം വെച്ച്, അതായത് അവിടെ വരെ നമ്മൾ കയറ്റം കയറി വന്നു കഴിഞ്ഞ് അവിടെ വന്നപ്പോഴത്തേക്ക് ക്ലച്ച് കെട്ടിപ്പോയി. പിന്നെ വണ്ടി 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ നമ്മള് 13 കിലോമീറ്റർ താഴോട്ട് ന്യൂട്രൽ അടിച്ചു പോയി. അവിടെ ചെന്നപ്പോ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പൈസ ഇല്ല. പിന്നെ അതാരായിട്ട് എന്റെ കൂട്ടുകാരൻ, പിന്നെ എന്റെ കൂട്ടുകാരനെ വിളിച്ച് അവർ ആ വർക്ക്ഷോപ്പിൽ പണി ഞാൻ ഗൂഗിൾ പേയില് പൈസ ഇട്ട് കൊടുത്ത് ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കാൻ നേരത്തെ ആ ഒരു സെയിം അവസ്ഥയാണ്. ഒരു 10 ദിവസം കൊണ്ട് നമ്മള് അനുഭവിക്കാൻ ഒന്നുമില്ല. ദുഃഖവും ദുരിതവും ഒരു മടുത്തുന്നം പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. നമ്മുടെ എല്ലാം മോഷണം പോയി. അക്കൗണ്ടിൽ പൈസ ഇട്ടെങ്കിൽ എടുക്കാനും പറ്റിയല്ല. അല്ലെ കടകളിലോട്ട് വല്ലതും എന്തെങ്കിലും ആവശ്യത്തിനും തൊട്ടപ്പുറമേ എന്റെ കൂടെ മാടി കിടന്നത് ചെറുക്കന്റെ അച്ഛന്റെ ഫോണിലോട്ട് ചേച്ചി 1000 രൂപ കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് ഒരു ദിവസം പപ്പാടെ റൂമിന്റെ റെന്റ് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത്. ഫുള്ള് പോസ്റ്റ് ആയിപ്പോയി. പിന്നെ ഇവർക്ക് 2 പേർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അമ്മ ചെന്നപ്പോ അമ്മയുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം മോഷണം പോകുന്നതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഏറ്റവും ദിവസമായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഞാനാണെങ്കിലും വാർഡിലാണെങ്കിലും തറയിൽ കിടന്നപ്പോഴാണെങ്കിലും അമ്മ അത് ബാഗ് കഴുത്തേ കൂടി ഇട്ട് തലവണ പോലെ വെക്കുകയും എപ്പോഴും പൊതിഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനൊന്നും പോവുകയല്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ എന്തോ സംഭവിച്ചു, പപ്പാടെ സൈഡിൽ വെച്ച് പപ്പ അത് ശ്രദ്ധിച്ചു, പിന്നെ അത് പോവുകയും ചെയ്തു. പിന്നെ ഇവർക്ക് 2 പേർക്കും ഭയങ്കര സങ്കടം. പപ്പാടെ മുഖമൊക്കെ പിറ്റേ ദിവസമായപ്പോ നീരൊക്കെ വെച്ച് ഇടുപ്പിച്ച് എന്താ വെച്ചാൽ പപ്പായ അറ്റാക്ക് കഴിഞ്ഞൊരു ആളാണ്. അപ്പൊ അത്രയും പ്രൂഫും ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ പോയി നമ്മുടെ. ഇൻഷുറൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇട്ടോട്ട് വന്നാൽ അത് നമ്മുടെ 5 പേരുടെ പേര് അതിനാല് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, ചേച്ചിക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചേച്ചി ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോ അവളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പം പിന്നെ ഇപ്പൊ പപ്പായ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണം ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വെച്ച് നമുക്ക് ചികിത്സ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പിടിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതും കൂടെ നഷ്ടപ്പെടുന്ന കേട്ടപ്പോ നമുക്ക് ഫുള്ള് എല്ലാവർക്കും സങ്കടമായി. പിന്നെ പപ്പ പറഞ്ഞു ഏതായാലും ഇത്ര നമുക്ക് വീട് സ്ഥലമൊന്നും പോയില്ല വയനാട്ടിൽ. അപ്പോഴാണ് പപ്പ എന്നോട് പറഞ്ഞു വയനാട്ടിലുള്ളവർക്ക് എല്ലാം പോയില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് വെച്ച് നോക്കുമ്പോ നമ്മൾ ഭാഗ്യവാനാണ്, നമ്മുടെ ഇത്ര അല്ലേ പോയുള്ളൂ, നമുക്ക് എല്ലാം ഒന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ആശ്വാസമായി. സത്യം അങ്ങനെ ഒരു ഇത് ആലോചിച്ചപ്പോൾ കുറച്ചും കൂടെ ആശ്വാസമായി. പിന്നെ ഇപ്പൊ ഓരോന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എന്റെ പിന്നെ ആധാർ കാർഡ് രാവിലെ റൂം എടുക്കാൻ നേരത്ത് ഞാൻ മുളമയുടെ വായിൽ നിന്ന് മേടിച്ചിട്ട് എന്റെ പോക്കറ്റിലിട്ടു. പിന്നെ ഇവിടുത്തെ 900 രൂപ എന്തെങ്കിലും ഉണ്ട്, അതിലൊരു 100 രൂപ കണ്ടേ ചിലവായല്ല. അപ്പൊ അങ്ങനെ അത്രയും പൈസ മാത്രമാണ്. അതിനിടയ്ക്ക് ചെക്കപ്പിന് ഇവർ കുറിച്ച് തരുന്നത് 10,600, 10,700, 10,400 രൂപ വെച്ച് നമ്മൾ അടച്ചോണ്ടിരിക്കും. എന്നും രാവിലെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ്, വെള്ളം കുടിക്കും. ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കണമെന്ന്. വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചൂടുവെള്ളം കഞ്ഞിവെള്ളം എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കണം. പിന്നെ എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല, തൊണ്ട ഫുള്ള് ഡാമേജ് ആയിരുന്നു. അപ്പൊ പൊടിയിരിക്കഞ്ഞിയാണ് കുടിച്ചോണ്ടിരുന്നത്, അത് പുറത്തുനിന്ന് മേടിക്കണം. സത്യം പറഞ്ഞാൽ പോസ്റ്റ് ആയി പോയി. 1 രൂപ കൈ എടുക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പോസ്റ്റ് ആയി പോയി കേട്ടോ. എന്നാ ചെയ്യാൻ വേറെ നിവൃത്തിയില്ല. എന്നിട്ട് വേറെ ആരുടെ അക്കൗണ്ടിലോട്ടൊക്കെ ചേച്ചി പൈസ ഇടും, അത് മേടിക്കും, അത് വെച്ച് നിൽക്കും. ഡിസ്ചാർജൊക്കെയായി വീട്ടിൽ വന്നു. എല്ലാ സാധനവും ഓരോന്ന് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ID പ്രൂഫും കാര്യങ്ങളെല്ലാം. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആശുപത്രിയിൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്.
അതിലുപരി പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, വൈക്കം ആ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളോട് വാടി കിടക്കുന്ന ആൾക്കാരോട് നമുക്ക് സംസാരിക്കും, മനസ്സിലാവും ഇവർ എവിടെ നിന്നൊക്കെ വരുന്നത്. ഭയങ്കര ഒരുപാട് ദൂരം നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ വാർഡിൽ അഡ്മിറ്റ് ആണെങ്കിൽ നമ്മുടെ ഫോണ്, നമ്മൾ കഴിക്കാൻ വേണ്ടി ഇതിന് ഫ്രൂട്ട്സ് മേടിച്ചാൽ നമ്മുടെ പാത്രങ്ങൾ, ഫ്ലാസ്ക് അങ്ങനെയുള്ള സാധനങ്ങളല്ല, പിന്നെ എന്തെങ്കിലും ഒരു ഷാള് പൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും ഒരു സേഫ്റ്റി ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡിൽ നമ്മൾ ഫോൺ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നേഴ്സുമാർ തന്നെ പറയുന്നുണ്ട്, ഫോണൊക്കെ കുത്തിവെക്കുന്നത് കൊള്ളാം, ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഇല്ല കേട്ടോ, ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം നിങ്ങൾ തന്നെ സൂക്ഷിച്ചോണം. അങ്ങനെയുള്ള രീതിയിലാണ് അവരുടെ ആൾക്കാരുടെ സംസാരം. എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് വാർഡിന്റെ ഒക്കെ ഫ്രണ്ടില് കാഷ്വാലിറ്റി ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചില വാർഡിന്റെ ഫ്രണ്ടില് സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചില ഏരിയയില് ഒറ്റ സെക്യൂരിറ്റി ഇല്ല. അതായത് നമ്മുടെ ആ പാർക്കിങ്ങിന്റെ അവിടെ 24-ാം വാർഡിന്റെ ഫ്രണ്ടിലും ഒന്നും ഒരു സെക്യൂരിറ്റി ഇല്ല. പിന്നെ ഇത്രയും വലിയ ഹോസ്പിറ്റലില് CCTV പലതും വർക്കിംഗ് അല്ല. ഉള്ളത് വർക്കിംഗ് 1-2 വർക്കിംഗ് ഉള്ളൂ. പിന്നെ CCTV വെക്കേണ്ട സ്ഥലത്തൊന്നും CCTV ഇല്ല. നമ്മുടെ ഒറ്റ CCTV ഇല്ല കേട്ടോ. എത്രയാ, ഒരു 100 മീറ്റർ ചുറ്റളവിൽ ഒറ്റ CCTV ഇല്ല. ഇല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ നോക്കാം. അതുപോലെ തന്നെ സെക്യൂരിറ്റി, ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരില്ല. അതുപോലെ തന്നെ പെൻഷൻ ആകേണ്ട കുറെ ആൾക്കാരുണ്ട്. അവർക്ക് പെൻഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് റിട്ടയർഡ് ആക്കാവുന്നത്. എന്നറിയോ, എന്നെ സ്ട്രെച്ചറെ തള്ളാൻ വേണ്ടി ഒരു അമ്മ വന്നു. പ്രായമുള്ള ഒരു അമ്മയാണ്, ഒരു 10-60 വയസ്സുണ്ട്. ഞാൻ ആ അമ്മയോട് കയറി ഇരുന്നിട്ട് ഞാൻ തള്ളാന്ന് പറയാൻ തോന്നി എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എത്ര പ്രായമുണ്ട്, പുള്ളിക്കാരിക്ക് അത് ആരോഗ്യമില്ല, തള്ളിക്കൊണ്ട് പോകാനുള്ള ആരോഗ്യമില്ല. പുള്ളി എനിക്ക് മറ്റേ കയറ്റം കയറുമ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇറങ്ങി മെല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റലാണ്, രോഗികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യമുള്ളവരും അങ്ങനെയുള്ള ആൾക്കാർ നോക്കി ജോലിയും കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ആണെങ്കിലും കാർഡിയോളജി OP നമ്മുടെ വീഡിയോ ആണെന്ന് ചേട്ടൻ അനീഷേട്ടൻ, അതുപോലെ തന്നെ പ്രവീണേട്ടൻ കുറെ ഓടി കേട്ടോ നമുക്ക് വേണ്ടി. കാഷ്വാലിറ്റി സെക്യൂരിറ്റി ആയിട്ട് ജോലി നമ്മുടെ ആര്യജിയുടെ ഹസ്ബൻഡ് കൊല്ലത്തുള്ള. അപ്പം പുള്ളി നമ്മുടെ പ്രൂഫൊക്കെ പോയെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുക, അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തവരായിട്ടാണ്. ചെന്നപ്പോ തുടങ്ങി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും, നമ്മളെ ആശ്വസിപ്പിക്കാനും ഒക്കെ പ്രണവേട്ടൻ ഉണ്ടായിരുന്നു. എനിക്ക് പേര് പറയാം, പ്രവീൺ അല്ല പ്രണവ് എന്നാണ് പേര്. നമ്മുടെ പ്രൂഫും കാര്യങ്ങളെല്ലാം പോയതിനു ശേഷം സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും കിട്ടുവാണെങ്കിൽ അറിയിക്കാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ആണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതെ വന്നു പെട്ടെന്ന്. അപ്പൊ അമ്മനെ ഞാൻ അഡ്മിറ്റ് ആണ്, പപ്പ വയ്യാതിരിക്കുന്നു, അമ്മേനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയി അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഉപകാരം ചെയ്തു പ്രണവേട്ടൻ കേട്ടോ. എനിക്ക് എപ്പോഴും പ്രവീണ് പ്രണവ് അങ്ങനെ മാറി ഒരു ചേട്ടനായിരിക്കും, രണ്ടുപേരും ഇങ്ങനെയല്ലേ. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയണ്ടേ, മെഡിക്കൽ കോളേജിലെ കാര്യം എങ്ങനെ പോയാലും കുറേയേറെ CCTV കാര്യങ്ങളെല്ലാം വെക്കുക. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ഉദ്യോഗസ്ഥനെ വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം രോഗികൾ വരുന്നതാണ്, ഓപ്പറേഷനും കാര്യങ്ങൾക്കും പിന്നെ കാർഡിയോളജി കിടക്കുന്നവർ എല്ലാവരും ഹോസ്പിറ്റൽ കേസിന് വരുമ്പോൾ നമ്മൾ എന്നെ കാണിച്ചാൽ നമ്മുടെ ഒരു 10,000-3000 രൂപ ആണ്. പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ കാണും. ഒരു 10-15 ഫോണൊക്കെയാണ് ഒരു ദിവസം അവിടെ നിന്ന് മോഷണം. അപ്പം ഈ രോഗികൾക്ക് ഒന്നാമതെ ഒരു രോഗിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 100 കണക്കിന് ചെക്കപ്പായി വിശന്നും തളർന്നും ഇവരുടെ കൂടെ നടക്കണം. അതിന്റെ കൂടെ ഈ സാധനങ്ങൾ കൊണ്ട് മോഷണം പോയി കഴിയുമ്പോൾ അവരെ ആകെ തകർന്നു. അപ്പം ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ഇത്രയും രോഗികൾ വരുവാണെങ്കിൽ അവർക്ക് വാർഡിൽ സേഫ്റ്റി ആയിട്ട് ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവരുടെ ഫോണൊന്ന് കുത്തിവെക്കാനും അവരുടെ പൈസയും കാര്യങ്ങളും സേഫ്റ്റി ആയിട്ട് വെക്കാനും ഒക്കെ ഉള്ള സൗകര്യം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരാണ് മരുന്ന് മേടിക്കാൻ വരുന്നതൊക്കെ. പ്രായമായി കഴിയുമ്പോഴാണ് കൂടുതൽ രോഗങ്ങൾ വരുന്നതും. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ നമ്മൾ പോകും. അപ്പം നമ്മള് 2-3 വാർഡ് കയറിയപ്പോ എല്ലാം അവിടെ പ്രായമായവര്, മറ്റേ ഗോയിറ്ററിന്റെ സർജറി ചെയ്യുന്നവര്, മുട്ടിന് വേന, അങ്ങനെയുള്ള പല അസുഖങ്ങളുമായിട്ട് പ്രായമായവരെ കൂടുതൽ തന്നെ. അവര് ചിലപ്പോൾ ടച്ചിന്റെ ഫോൺ അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു ഫോൺ വലിയ ഫോൺ അങ്ങനൊന്നുമില്ല, ഏത് കിട്ടിയാലും കൊണ്ടുപോകും. അല്ല, ഏത് കൊടുത്താലും കാശാണല്ലോ. ഫോൺ പോയതിന്റെ പിറ്റേ ദിവസം അവിടുന്ന് ഒരു പെണ്ണിനെയും ഒരാണിനെയും കൂടെ പിടിച്ചായിരുന്നു. 3 മൊബൈൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവര്
ലോഡ്ജിൽ റൂം എടുക്കാൻ ചെന്നപ്പോൾ ലോഡ്ജുകാരന് സംശയം തോന്നിയിട്ട്, കാരണം ആധാർ പ്രൂഫ് ചോദിച്ചപ്പോൾ അവർ വെച്ചു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു അത് ചോദ്യം ചെയ്തപ്പം ഒരുത്തന്റെ കയ്യിൽ ഒരു കെട്ടുണ്ട്, ഇയാളുടെ കയ്യിൽ. അപ്പൊ ഈ പോലീസുകാർക്കാണെങ്കിലും ഇപ്പൊ ഞാൻ രോഗി എന്റെ അസ്ഥി ഒടിഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഴിച്ചു നോക്കാനൊന്നും അവർക്ക് അനുമതിയില്ല. ഒത്തിരി നിയമവശങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ആ പുള്ളിയെ കൊണ്ടുപോയി അവിടെ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയ പൊട്ടലുണ്ട്. പക്ഷെ ഫോൺ അവരുടെ കയ്യിലിരുന്നത് 3 എണ്ണം അവരുടേതല്ല. അത് ഒരു വേറൊരു പെങ്കൊച്ചിന്റെ ആയിരുന്നു ഒരെണ്ണം. അത് വിളിച്ചു കൊടുത്തു. ഇവരായിട്ട് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ പുറകെ വലിയൊരു സംഘടനയുണ്ട്. നമ്മള് ഇത്ര നാള് നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മോഷണ അനുഭവം നമുക്കുണ്ടാകുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. പിന്നെ 2 ദിവസം നമ്മൾ വാച്ച് ചെയ്തു. നമ്മൾ വാർഡ് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്തു ഏതെങ്കിലും ആരെങ്കിലും എടുക്കുന്നുണ്ടോ. അപ്പം 4-5 പേര് ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്നു. മരുന്ന് മേടിക്കുന്നൊന്നുമല്ല, വരുന്നു, അവിടെ ഇരിക്കുന്നു, ഓരോരുത്തരെ ഇങ്ങനെ വീക്ഷിക്കുക. ബാഗ് കൊണ്ട് പോകുന്ന ഒരു ഫോൺ യൂസ് ചെയ്യുന്ന, ഫോൺ എവിടെ വെക്കുന്ന, അങ്ങനെയൊക്കെ നോക്കും ആൾക്കാരെ. അതുപോലെ തന്നെ വാർഡിന്റെ അതിലെ നടന്നു പോകുമ്പോൾ ഫോൺ വല്ലതും കുത്തി വെച്ചിട്ടുണ്ടോ, ചാർജറിന് കേബിൾ വല്ലതും നടപ്പുണ്ടോ, അങ്ങനെ ഒരു നല്ല ദീർഘവീക്ഷണമായിട്ടാണ് നടക്കുന്നത്. അവരുടെ തൊഴില് മാന്യമായിട്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം നമ്മളിങ്ങനെ അതെങ്ങനെ നമുക്ക് മനസ്സിലായെന്നറിയോ, ഈ 4-5 ദിവസവും ഒരു വ്യക്തി തന്നെ പല കളറിൽ വേഷമിട്ട് നടന്നു പോകുന്ന നമ്മൾ കണ്ടു. അത് വിവിധ വേഷത്തിൽ ലോട്ടറി കൊണ്ട് വന്നു. നമ്മൾ ആ വായു പിന്നെ തപ്പിയില്ലേ, ആദ്യത്തെ ദിവസം ഒരു രോഗിയുടെ കൂടെയായിരുന്നു. ഒരു കാലിൽ വെച്ചിട്ട് വിട്ട ഒരു മനുഷ്യന്റെ കൂടെയായിരുന്നു. അയാളുടെ സഞ്ചി ഇവരുടെ സഞ്ചിയാണ് നമ്മൾ നോക്കിയത്. പിറ്റേ ദിവസം അവര് ഊണിന്റെ ലൈനിൽ നിൽക്കുന്നു. അന്നേരം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഫോണൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഫോണ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. ഫോണൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു. ബാഗ് പോയി ഫോൺ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ചോദിച്ചു. അപ്പം അവരുടെ പുറകിൽ നിന്ന് 2-3 പിള്ളേർ സെറ്റ് ചിരിക്കുക. ഒരെണ്ണത്തിനും ആരോഗ്യം ഉള്ളത് ഒരൊറ്റ ഒരെണ്ണമില്ല. കാരണം ഈ ഇടി ശരിക്ക് കിട്ടും. ഇടയ്ക്ക് ഇടിക്കുന്നുണ്ട്. പോലീസുകാർ ചിലതിനെ പിടിച്ച് റിമാൻഡിൽ കൊണ്ടുവരും. അവിടെ കൊണ്ടുവരുമ്പോൾ ചിലപ്പം പേഴ്സിനകത്ത് വല്ലതും ഉണ്ടായിരുന്നു, ചിലപ്പോൾ പേഴ്സിനകത്തൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഒരു 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അന്നാലും ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ പോന്നു ഇറക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ അവൻ ആ മരച്ചോട്ടിൽ തന്നെ വീണ്ടും ഇത് തന്നെ ചെയ്യും. അതുകൊണ്ട് വലിയൊരു റാക്കറ്റാണ് നമ്മൾ ചെയ്യേണ്ട കൃത്യമുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയുന്നത്, സ്വർണ്ണാഭരണങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഏൽപ്പിച്ചിട്ട് പോവുക. കാരണം നമ്മളിതൊക്കെ കൊണ്ടുവന്നൊരു ആശ്രയ കേസാണല്ലോ, ചിലപ്പോൾ ഒരു പണയം മെക്കനി വന്നാലോ എന്നോർത്താണ് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ പിടിവള്ളി എല്ലാം വിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. എല്ലാ ആശുപത്രിയിലും തടയപ്പെടുന്നവരാണ് സാധാരണ. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളും എന്ന് പറയുമ്പോൾ ഓടിപ്പാഞ്ഞ് ഇച്ചിരി പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഓടി വരുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാൻ ഇല്ലാത്തവരാണ് കൂടുതലും മെഡിക്കൽ കോളേജിൽ വരുന്നത്. സാധുക്കളാണ്. അവരെ കണ്ണീരിലേക്ക്, സത്യത്തിൽ രോഗം വന്നാൽ തന്നെ നമ്മൾ കരഞ്ഞ് കൂവിയാണ് വരുന്നത്. കണ്ണീരും കയ്യുമായിട്ടാണ് വരുന്നത്. അവരെ മരണത്തിലേക്കും കൂടെ തള്ളിവിടുന്ന ഒരവസ്ഥയിലാണ് ഈ പിടിച്ചുപറിക്കാരവിടെ വാഴുന്നത്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുക്കണം. എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും സെക്യൂരിറ്റി ഓഫീസിൽ പോയിട്ടും ഔട്ട് പോസ്റ്റിൽ പോയിട്ടും നമുക്ക് നല്ല ഒരു ഇതാണ് കിട്ടിയത്. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അവർക്കും അറിയാം, അവർ പറയുന്നുണ്ട് ഒരു ദിവസം 20ഓളം മോഷണം നടക്കുന്നുണ്ട്, 15ഓളം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവരും പറയുന്ന 100-10% ചാൻസ് കിട്ടിയെന്ന് പറയാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരും കോട്ടയത്തോടൊക്കെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും നമ്മുടെ ID പ്രൂഫോ റേഷൻ കാർഡോ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എടുത്തൊന്ന് അയച്ചു തരാനുള്ള മനസ്സിലാക്കുക. എന്നുവെച്ചാൽ അതിന്റെ പുറകെ നടക്കാൻ വയ്യാത്തതാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരുപാട് ദുഃഖവും ദുരിതവും ശരിക്കും അനുഭവിച്ചൊരു മാസമാണ് ഈ മാസം. ഏതായാലും അമ്മ എടുത്തോണ്ട് പോയി തിന്നുകയാണെങ്കിൽ തിന്നട്ടെ, അങ്ങനെ പറയാനുള്ളൂ. നമ്മുടെ വീടും കുടിയൊന്നും പോയിട്ടില്ലല്ലോ. നമുക്ക് ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അത് വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ഈ നമ്മുടെ കുഴപ്പം നമ്മൾ ഈ പാവപ്പെട്ട അപ്പാവിയുടെ കാര്യം ഓർക്കുമല്ലോ, നമ്മളെക്കാട്ടിലെ ശോചനീയാവസ്ഥ അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം. ആ ഓപ്പറേഷൻ കൊണ്ടുവന്ന 60,000 രൂപ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഫോൺ പോയപ്പോ നമുക്കുണ്ടായ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പൊ അവരുടെ എല്ലാം അനുഭവം ഒന്ന് ആലോചിക്കുക. പിറ്റേ ദിവസം സർജറിക്ക് കൊണ്ടുവന്ന പൈസയാണ്. അപ്പം പിറ്റേ ദിവസത്തെ വാർത്തയില് മെഡിക്കൽ കോളേജിൽ 100 ക്യാമറ CCTV വെക്കാനൊക്കെ അനുവദിച്ചെന്നൊക്കെ പറയുന്ന ന്യൂസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇത് അനുവദിച്ചാൽ മാത്രം പോരാ, ഇത് കംപ്ലൈന്റ് ആകുന്ന കറക്റ്റ് സമയത്ത് മാറ്റണം. ഇത് കറക്റ്റ് സമയത്ത് ഇത് വീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ജോലിക്ക് വെക്കണം. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണം. ചുമ്മാ പിടിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല.
അല്ലെ ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പാർക്കിങ്ങിൽ ക്യാമറ എടുക്കണ്ടേ, ഇതിൽ എത്ര വർക്കിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഇട്ടിട്ട് പോവാ, 4 ഉരുട്ട വെച്ച് 2 കൂടി സൈഡിൽ നിന്ന് വെക്കി പോയി കഴിഞ്ഞാൽ കാറൊക്കെ സിമ്പിൾ ആയിട്ട് പോകും. 4 ടയർ അയച്ചുകൊണ്ട് പോയി, ഒരു ടയറിന് 5000 രൂപ, 4 ടയറാണ് 20,000 രൂപ. ഹോസ്പിറ്റലിൽ ബില്ല് അടക്കാൻ ഇല്ലാത്തവനായിരിക്കും ചിലപ്പോൾ ആ വണ്ടി വിളിച്ചോണ്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതെല്ലാം ഓർത്ത് നോക്കുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നവര് എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുക. ഇല്ല ചിലപ്പോ ഒന്നും കാണുകയല്ല. മെഡിക്കൽ കോളേജ് മാത്രമല്ല എല്ലാ ജില്ലയിലും ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പറയുക, നമ്മൾ ശ്രീകോട്ടന് വയ്യെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ പാടെ വിഷമത്തിലായി. ഇവിടെ നമ്മൾ ഉപ്പാരാശുപത്രിയിൽ നിന്ന് കോട്ടയത്തോട്ട് പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തീരെ വയ്യാതായി. അതെല്ലാം കണ്ട ആകെപ്പാടെ ഒരു വിഷമിച്ചിരിക്കുന്ന സമയമാണ് നമ്മളത്. പെട്ടെന്ന് ട്രിപ്പ് ഇടുക, മറ്റു മരുന്നൊക്കെ ചെയ്യുക, അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് കത്തിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം കൂട്ടൊന്നും ശ്രദ്ധിക്കാനും നമ്മുടെ മൈൻഡിൽ വരികയില്ല. പേരൻസിന് ഒന്നാമത്തെ മക്കൾക്ക് വയ്യെന്ന് പറയുമ്പോൾ തന്നെ പേരൻസ് തകർന്നു പോകും. എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തുക എന്ന് മാത്രം നമ്മുടെ മനസ്സിലെ ചിന്ത. അന്നേരം 100 കൂട്ടം ടെസ്റ്റിന് ഒരു ലാബിലല്ല തരുന്നത്, പല ലാബുകളില്ല തന്നെ. അതിന് ഒരാൾ അങ്ങോട്ട് പോയി, ഒരാൾ ഇങ്ങോട്ട് വന്നു, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, രോഗി കിടക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ആകെപ്പാടെ അചഞ്ചലമായി പോകും. അന്നേരം ഇങ്ങനെയുള്ള ഈ കള്ളന്മാരുണ്ടെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കള്ളന്മാരെന്ന് ഉദ്ദേശിക്കുന്ന കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. ഒരു 18 വയസ്സും 30 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേരാണ് മോഷണം നടത്തുന്നത്. എൻ്റെ ബാഗ് പോയത് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ആ പിറ്റേ ദിവസം തൊട്ട് ഞാൻ അവിടെ വരുന്ന എല്ലാവരും വീക്ഷിച്ചുകൊണ്ടായിരുന്നു. അതായത് ശ്രീകുട്ടം കിടക്കുന്നത് ജനലിൻ്റെ അവിടെയാണ്. ആ ജനലിൻ്റെ അവിടെ ഇരുന്ന ആ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. 18 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ് വരെയുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും കൂടുതൽ. അതായത് നമുക്കത് കാണും പറയാം, അവർ ഇരിപ്പ് കാണും പറയാം. ഓരോ പിള്ളേരും രാവിലെ വരും, ബാഗുമായിട്ട് വരും. ഓരോ ബാഗ് ഇങ്ങനെ ഇട്ടേക്കുക. രാവിലെ ബാഗ് അങ്ങോട്ട് കാത്തു വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കാലൊരു കെട്ട, കുറച്ച് കഴിയുമ്പോൾ കയ്യിലൊരു ഫയല്. ഒരു ദിവസം ഫയലാണ്, ഒരു ദിവസം കെട്ടാം. അങ്ങനെ ഞാൻ കുറേ പിള്ളേരെ വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെയൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറുക്കൻ എന്നെ കാണും, തിരിഞ്ഞ് നോക്കും. അന്നേരം ഞാൻ അവനെയും തിരിഞ്ഞു നോക്കും. ആ ചെറുക്കൻ തന്നെയാണ് എൻ്റെ ബാഗ് അടിച്ചുകൊണ്ട് പോയത്. എനിക്ക് 100% ഉറപ്പാണ്. എന്നാന്ന് കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ കള്ളനെ പോലെ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുകയും മാറി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം ആരും ഞാൻ കുറ്റം പറയില്ല കേട്ടോ, കുറച്ച് പേര് അലസതയോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു കാര്യം. നമ്മുടെ എല്ലാ പ്രൂഫും പോയി കഴിയുമ്പോൾ, അതായത് ഒരു ഫോണെന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ പൊന്നും എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന ഫോണാണ്. അതിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ എന്നാ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഫോണിൽ എടുത്തിട്ടേക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു ആധാറിൻ്റെ കോപ്പി, ഒരു റേഷൻ കാർഡിൻ്റെ കോപ്പി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അതിൽ എടുത്തിട്ട് വെക്കുക. നമുക്ക് പേഴ്സണലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആ ഫോണിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാൽ ഭാഗം പോയെന്ന് തന്നെ വിചാരിക്കാം. പിന്നെ എൻ്റെ റേഷൻ കാർഡ്, എന്തോരം കഷ്ടപ്പെട്ടാണ് ആ റേഷൻ കാർഡ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പോയപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായി. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ്, അതൊക്കെ ഇനി അതിൻ്റെ ആ നമ്പറൊന്നും ഇല്ലാതെ കിട്ടാൻ പോലും പോകുന്നില്ല. അത് കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊരു വയ്യാഴിക വന്ന് എന്ത് ചെയ്യും? ഈ കള്ളന്മാർക്ക് എടുത്തോണ്ട് പോകുന്നവർക്ക് അവർ ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി മാത്രം അത് എടുത്തോണ്ട് പോകുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. അവരുടെ തലപ്പത്തുള്ളവർ ഈ ഫോൺ കടക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ മേടിക്കുന്ന മാതാപിതാക്കളാണെന്ന് ചിന്തിക്കണം. എന്തോരം കഷ്ടപ്പെട്ട ഓരോ ഡോക്യുമെന്റ്സും ഉണ്ടാക്കുന്നത്. അതൊന്നും നമ്മൾ എടുത്തോണ്ട് വരല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം. ആരെങ്കിലും ഈ ഫോൺ കാണുന്നുണ്ടെങ്കിൽ. ഇപ്പം പ്രായമായവർക്കാണേലും ഓരോ ദിവസവും അപ്പനും അമ്മയ്ക്കും വയ്യെന്നറിഞ്ഞുകൊണ്ട് മക്കൾ ഓരോ ദിവസവും ഒരു ചായ പോലും കുടിക്കാതെ 10 രൂപ 20 രൂപ 1 രൂപ വീതം കൂട്ടി വെച്ചാണ് അവരുടെ കാരണവന്മാരെ ചികിത്സിക്കാൻ ആശുപത്രി വരുന്നത്. ആ പൈസയും കൊണ്ട് അത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അടിച്ചോണ്ട് പോകുന്നവന്മാർ ഒരിക്കലും വാഴത്തുമില്ല. കുട്ടിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതെ. അതുപോലെ തന്നെ ഡോക്ടർമാരാണേലും മറ്റ് സ്റ്റാഫുകളാണേലും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്ന് അവർ പറയുന്നുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്. നമുക്കത് അറിയാൻ താൻ. പക്ഷെ നമ്മൾ ഉറങ്ങിത്തളർന്ന് അവശതയായിട്ട് രോഗിയേക്കായി നമ്മൾ അവശതയാകുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മളിപ്പോ ഒറ്റയ്ക്കുള്ളൂ. രാത്രി ഒരു 8 മണി കഴിഞ്ഞ പിന്നെ അവിടെ പേഷ്യൻസും മറ്റ് കൂടെ വരുന്നവരാരും ഇല്ല. ആ സമയം ഒരു യുവതി ഒരു ഗോൾഡിന്റെ മാലയോ ചെയിനോ അല്ലെങ്കിൽ ബാഗോ ഇട്ടിട്ട് പോവാണെങ്കിൽ ഇമാർക്കൊന്നും വേറെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് ചിലപ്പന്മാര് വലിച്ചു പറിക്കും. അങ്ങനെയുള്ള സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന നമുക്കാണ് നാണക്കേട്. നമ്മളെ വോട്ട് ചെയ്തിട്ടാണ് ഇവര് എന്നാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കാണ് നമ്മുടെ വോട്ട് ചെയ്യുന്നത്, നമുക്ക് നാണക്കേടാത് നമുക്ക് ഇങ്ങനത്തെ കാര്യം ഉണ്ടാകുമ്പോ. അപ്പം നമ്മൾ കേസ് കൊടുത്തതിന് ശേഷം അന്ന് 2-3 ദിവസം പോലീസ് വണ്ടിയൊക്കെ റൗണ്ടി വെക്കുന്നുണ്ട്. അതാണ് കേസ് കൊടുത്തു കഴിഞ്ഞ മാത്രം. പിന്നെ അങ്ങനൊന്നും അല്ല.
പപ്പ തൊട്ടടുത്തിരുന്നപ്പോൾ തന്നെയാണ് ബാഗ് പോയത്. പപ്പ അന്ന് തിരിഞ്ഞ സമയത്ത് പുറത്തുനിന്ന് ആരും വലിച്ചെടുക്കുന്നു പോയി. പപ്പ അങ്ങനെ അത്ര ശ്രദ്ധിച്ചില്ല, അങ്ങനെ പോയി. അന്നേരം ഞാൻ നോക്കി ഒറ്റ കാര്യമുള്ളൂ, ബാഗ് പോയെന്ന് മനസ്സിലായ. എൻ്റെ ബാഗ് എന്തിയാ കുട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ബാഗ് എന്തിയാ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വേറെ ഒന്നും കുട്ടനോട് ചോദിച്ചില്ല. CCTV ഞാൻ നോക്കിയത് ആ ഭാഗത്ത്. അന്നേരം ഒറ്റ ഒരു CCTV ഇല്ല. അതേസമയം ഇത്രയും ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസം വന്നും പോയി ഇരിക്കുന്ന ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ഒരു CCTV വെക്കാൻ നമ്മുടെ സർക്കാരിന് കഴിവില്ലേ? ഓപ്പറേറ്റ് ചെയ്യാനും അതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാനും 2 ജോലിക്കാരെ വെക്കാനും ഒരു റൂം എടുത്ത് അവരുടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ നമ്മുടെ ഈ സർക്കാരിന് കഴിയത്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായി അന്നപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. അപ്പം സങ്കടം വന്നു. നമുക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ മറ്റുള്ളവർക്ക് മറ്റേ ആ പൈസ പോയി 60,000 രൂപ, അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടായെന്ന് നോക്കുന്നു. അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ പൈസ ഉണ്ടാക്കിയതെന്നും നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പം വേണ്ട നടപടികള് നമ്മുടെ കാര്യത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം നടപടികൾ എടുക്കുന്നതായിരിക്കും. അപ്പം ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്നതിനും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മെഡിക്കൽ കോളേജൊക്കെ മരുന്ന് മേടിക്കാൻ പോകുന്നവർ അവരുടെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചാലും നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. അതിലൊക്കെ സഞ്ചരിക്കുമ്പോഴും ഒറ്റയ്ക്കൊന്നും വാർഡിന്റെ കാഷ്വാലിറ്റിയുടെ അതിലൊന്നും നടക്കാതിരിക്കുക. സാധനം CCTV ഒന്നും ഇല്ല, ഉള്ള CCTV വർക്കിംഗ് ഒന്നും അല്ല, പിന്നെ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ജീവനക്കാരെയൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ നിയമിക്കുക. പോലീസുകാരെയും മറ്റ് സെക്യൂരിറ്റി ഓരോ കോളേജിനും ഓരോ സെക്യൂരിറ്റി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഉണ്ടാകുക. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക.